ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി 28 ലോകം ഉണർന്നത് ചരിത്രത്തിലെ ഭീമമായ യുദ്ധവാർത്തയും കേട്ടുകൊണ്ടാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ചിരിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പശ്ചിമേഷ്യയിലെ കരുത്തരായ ഭരണകൂടത്തെ ഇല്ലാതാക്കാനുള്ള നീക്കം 5 പതിറ്റാണ്ടുകളോളം നീണ്ട പകയുടെ പരിസമാപ്തി ഇതാണോ, അതോ മഹാലോക യുദ്ധത്തിന്റെ തുടക്കമായോ? ഒരു കാലത്ത് ഇറാൻ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ രാജ്യങ്ങളിലൊന്നായിരുന്നു. എന്നാൽ 1979 ഇസ്ലാമിക് വിപ്ലവവും ആ ബന്ധത്തെ ചുട്ടരിച്ചു. എംബസി പിടിച്ചടക്കലും 444 ദിവസത്തെ ബന്ദിനാടകങ്ങളും അമേരിക്കയെ ഇറാന്റെ ശത്രുക്കളാക്കി. ആണവ യുദ്ധം നിർമ്മിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തി. സമാധാനത്തിനു വേണ്ടി ബാരക് ഒബാമ കൊണ്ടുവന്ന കരാർ അമേരിക്ക തന്നെ വലിച്ചെറിഞ്ഞതോടെ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ വീണ്ടും രൂപപ്പെട്ടു. ഭൂമിക്ക് 500 മീറ്റർ താഴെ അതീവ രഹസ്യമായ ടണലുകളിൽ ഇറാൻ തങ്ങളുടെ സൈനിക ശക്തി ഒളിപ്പിച്ചു. ഇതിനെ അവർ മിസൈൽ സിറ്റികൾ എന്ന് വിളിക്കുന്നു. ഒറാമാബാദിലെയും തബ്രീസിലെയും താവളങ്ങൾ തകർക്കാൻ സാധാരണ ബോംബുകൾക്ക് കഴിയില്ല. ഈ ഭൂഗർഭ നഗരങ്ങളിൽ നിന്ന് നൂറുകണക്കിന് മിസൈലുകൾ തൊടുവാൻ ഇറാന് സാധിക്കും. മാഗൻസിൻ സിസ്റ്റം എന്ന ഈ ടെക്നോളജിയാണ് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. 1000-ൽ-അധികം സൈനിക കേന്ദ്രങ്ങളാണ് ആദ്യ 24 മണിക്കൂറിൽ ആക്രമിക്കപ്പെട്ടത്. വായുവിലും കടലിലും അമേരിക്കയും ഇസ്രയേലും ആധിപത്യം ഉറപ്പിച്ചു. എന്നാൽ ഇറാൻ തിരിച്ചടിക്കുന്നത് അവരുടെ മിസൈൽ ശേഖരം കൊണ്ടാണ്. ഇസ്രയേലിന്റെ പ്രധാന നഗരങ്ങളിലും അമേരിക്കൻ താവളങ്ങളിലും ഇറാന്റെ മിസൈലുകൾ പതിച്ചു. ഹോർമോസ് കടലിടുക്ക് അടച്ചതോടെ ആഗോള എണ്ണ വില കുതിച്ചുയരുകയാണ്. ലോകം കനത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെറുമൊരു വാർത്തയല്ല. ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ജീവിതമാണ് അവിടെ അപകടത്തിലായിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേന തങ്ങളുടെ പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ ഓപ്പറേഷൻ സുരക്ഷ ആരംഭിച്ചു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.